ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു കപ്പലണ്ടി മിഠായി ഉണ്ടാക്കാം. ഈ മിഠായി ഞാൻ സാധാരണ കപ്പലണ്ടി മിഠായിയുടെ പോലെ ശർക്കര ഉപയോഗിച്ചിട്ടല്ല, പകരം പഞ്ചസാര ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാൻ 1 കപ്പ് കപ്പലണ്ടി വറുത്ത് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ 1/4 കപ്പ് പഞ്ചസാരയും 3 ഏലക്കായയും എടുത്തിട്ടുണ്ട്. ഏലക്കായ തികച്ചും ഓപ്ഷണലാണ്. എനിക്ക് ആ ഒരു ഫ്ലേവർ ഇഷ്ടമുള്ളതുകൊണ്ട് എടുത്തതേ ഉള്ളൂ, സ്കിപ്പ് ചെയ്യാൻ വേണമെങ്കിൽ. ഇനി നമുക്ക് ഈ കപ്പലണ്ടി ഒന്ന് പൊടിച്ചെടുക്കാം. ഒരുപാട് ഫൈനായി പൊടിയൊന്നും വേണ്ട, ചെറിയ തരികൾ കിടന്നാലും കുഴപ്പമില്ല. ഒരുപാട് ഇട്ടുകൊണ്ട് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അതിൽ നിന്ന് എണ്ണയൊക്കെ പിരിഞ്ഞ് വരും. ഇതുപോലെ ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. പിന്നെ നമുക്ക് ഞാൻ എടുത്തു വെച്ചിരുന്ന ആ ഏലക്കായ ഈ പഞ്ചസാരയിലോട്ടൊന്ന് പൊടിച്ചിട്ടിട്ടുണ്ട്. ഇനി ഈ പഞ്ചസാര നമുക്കൊരു പാൻ വെച്ച് ചൂടാക്കി അതിൽ കാരമലൈസ് ചെയ്യാൻ വെക്കാം. 1/4 കപ്പ് ഷുഗറാണ് ഞാനിതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിൽ കാണുന്ന പൊടി ഞാൻ 1 ടീസ്പൂൺ പഞ്ചസാരയും ആ ഏലക്കായും കൂടി ഒന്ന് പൊടിച്ചെടുത്തതാണ്. അങ്ങനെ പൊടിച്ചെടുക്കുമ്പോൾ നമ്മുടെ ഏലക്കായ വേഗം പൊടിഞ്ഞു കിട്ടും, തനിയെ പൊടിക്കുന്നതിനേക്കാൾ. ഇനി നമുക്ക് ഈ ഒരു പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കാം. ഇത് ചൂടായി തുടങ്ങിയാൽ പിന്നെ അതിൽ നമ്മൾ സ്പൂൺ വെച്ചിട്ടൊന്നും ഇളക്കാതിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെ ചെയ്താൽ അതുമ്മൽ ഈ പഞ്ചസാര ഒട്ടി പിടിച്ച് പിന്നെ അതിൽ നിന്ന് അത് വിട്ട് കിട്ടാൻ ബുദ്ധിമുട്ടാവും. ജസ്റ്റ് ഒന്ന് ഫ്രൈ പാൻ ഒന്ന് ചുറ്റിച്ച് ഇടയ്ക്കൊന്ന് ചുറ്റിച്ച് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ ഇത് നന്നായി കാരമലായി വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഷുഗറെല്ലാം നന്നായി മെൽറ്റായി കാരമലായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് പൊടിച്ച പീനട്ട് ചേർത്ത് ഇളക്കി കൊടുക്കാം. തീ നല്ല ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം പീനട്ട് ഇട്ട് കൊടുക്കാൻ. അതിന് മുമ്പ് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടും കാരമലൈസ് ചെയ്യാം. കാരമലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയതുപോലെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ സ്റ്റേജിൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഞാൻ തീ ഓഫ് ചെയ്യുന്നത് പെട്ടെന്ന് നോബ് തിരിച്ചപ്പോൾ ഹൈ ഫ്ലെയിമിലായി പോയി. ഞാൻ ഓഫായി വെച്ചിട്ടാണ് ഇരുന്നത്. അതുകൊണ്ട് എൻ്റെ ഒന്നും കൂടി ഒന്ന് ഡാർക്കായി പോയി. നമ്മൾ ഈ പീനട്ട് ഒരുപാട് ഡാർക്കായിട്ട് ഇടാൻ നിൽക്കണ്ട. ഷുഗർ നന്നായി കാരമലൈസ് ചെയ്ത് വന്ന് ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഉണ്ടായത് ഓഫായി, പീനട്ട് ഇട്ടെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഓഫായി എന്ന് വെച്ചിട്ട് ഇളക്കിയത് നോബ് ഹൈ ഫ്ലെയിമിൽ പോയി നിന്നത് ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പോൾ ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് ഡാർക്കായി വന്നു. അങ്ങനെ നിങ്ങൾ നിർത്തേണ്ട ആവശ്യമില്ല. ഇനി നമുക്കത് നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ നിന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് ബട്ടർ പേപ്പറിൽ ഇട്ടിട്ടൊന്ന് ഇതുപോലെ പരത്തി കൊടുക്കാം. നല്ല ചൂടുണ്ടാവും, കൈ പൊള്ളാതെ ശ്രദ്ധിക്കണം. ചൂടോടെ തന്നെ ഇങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് പിന്നെ അത് പരത്തിയെടുക്കാൻ ബുദ്ധിമുട്ടാവും. ഇനി അപ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ നമുക്ക് ചൂടാറുമ്പോൾ ഈസിയായി പൊട്ടിച്ചെടുക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇത് നന്നായി ചൂടാറി വന്നിട്ടുണ്ട്. നമുക്കിത് പൊട്ടിച്ചു മാറ്റാം. കാരണം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലത് ആദ്യം തന്നെ അത് വരഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ, ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ചൂടാറുമ്പോൾ ആ ഷേപ്പിൽ ഈസിയായി കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളുടെ ടേസ്റ്റിയായ പീനട്ട് മിഠായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, ലോ ഫ്ലെയിമിലിട്ട് പീനട്ട് പൗഡർ മിക്സ് ചെയ്ത ശേഷം പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനിയിപ്പോൾ പൊടിച്ച പീനട്ട് ഇട്ട് കൊടുത്തിട്ട് വേഗം തീ ഓഫ് ചെയ്തിട്ട് മിക്സ് ആക്കിയാലും കുഴപ്പമില്ല. പിന്നെ ചൂടോടെ തന്നെ ഇത് ഒഴിച്ചിട്ട് പരത്തിയെടുക്കാൻ ശ്രദ്ധിക്കണം. ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ കൈപ്രസം വരും. എനിക്കിപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റേജിൽ ആയെങ്കിലും കൈപ്രസം ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു പീനട്ട് മിഠായി നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇങ്ങനെയൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് മിഠായി തയ്യാറാക്കി വളരെ ധൈര്യത്തിൽ തന്നെ നമുക്ക് മക്കൾക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായി അറിയിക്കണം. അതുപോലെ തന്നെ ഈ ഒരു മിഠായി നിങ്ങൾ ട്രൈ ചെയ്ത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.